ചൂടായ വെള്ളത്തിലേക്ക് മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുട്ട റോസ്റ്റിനായിട്ട് നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടയുടെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ അങ്ങോട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത്, നമ്മളിതിനകത്ത് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെളുത്തുള്ളി ആഡ് ചെയ്യാതെയാണ് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, അല്പം മീറ്റ് മസാലപ്പൊടി, ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗ്രേവിക്ക് വേണ്ടി. അല്പം ഉപ്പിട്ട് കൊടുക്കാം. പുഴുങ്ങി വെച്ച മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് വെന്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം, പൊറോട്ട, ചപ്പാത്തി, ബ്രെഡ് എന്നിവയ്ക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.